തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. അത്രമാത്രം എഫേർട്ട് ഒരു പ്രധാനമന്ത്രി എടുക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് സന്ദർശിച്ച് ഇവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വേണമെങ്കിൽ അദ്ദേഹത്തിന് പോകാം. ഇനി അതല്ലെങ്കിൽ ആകാശത്തുകൂടെ പറന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ട് അദ്ദേഹത്തിന് വേണ്ടി പോകാം. ഇപ്പോൾ തന്നെ നോക്കുക, ഇപ്പോൾ ചൂരൽമലയിലെത്തിയ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ചാർട്ടിൽ എവിടെയുമുള്ള കാര്യമല്ല ഈ വെള്ളാർമല സ്കൂൾ പരിസരം സന്ദർശിക്കുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹം അവിടെ എത്തി, അവിടെ നിന്നും മറ്റൊരു വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക വാഹനം സഞ്ചരിക്കാൻ കഴിയാത്തൊരു ഭാഗമാണ് ഈ മേഖല, വെള്ളാർമല സ്കൂളിൻ്റെ മേഖല. ആ ഭാഗത്തേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്ന് ഈ ബെയിലി പാലവും ആ പ്രദേശം, ഇനി ഈ മുണ്ടക്കൈ ഭാഗത്ത് അദ്ദേഹം സന്ദർശിക്കുമോ എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹം ഓരോ ഭാഗത്തും പ്രത്യേകമായി സന്ദർശിക്കുകയും അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ആൾക്കാരെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ പ്രതീക്ഷ ഒരുപക്ഷെ ഇതിൻ്റെ ആഘാതം അദ്ദേഹം പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞാൽ കേരളത്തിന് ലഭിക്കുന്ന സഹായം, കേരളത്തിന് ലഭിക്കുന്ന പരിഗണന, അതുവഴി കേരളത്തിൽ നിന്ന് ഈ ദുരന്തത്തിൻ്റെ മുറിവുണക്കാൻ വേഗം കഴിയും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അത്തരത്തിലൊരു പ്രാധാന്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുണ്ട്. മാത്രമല്ല അദ്ദേഹം വിംസ് ആശുപത്രി സന്ദർശിക്കും എന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അദ്ദേഹം 4 പേരുമായി സംസാരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 4 പേര് അദ്ദേഹത്തെ നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കും. സ്വാഭാവികമായും ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ട ഒരാൾ നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ ആ സംസാരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ മനസ്സിൽ ആ പ്രധാനമന്ത്രിക്കുള്ള പ്രാധാന്യം അത്രമാത്രം വലുതായിരിക്കും. ആ പ്രധാനമന്ത്രിയോട് നേരിട്ട് കാര്യങ്ങൾ വിവരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നു എന്ന വളരെ വലിയ പ്രാധാന്യമുണ്ട്. അത് അദ്ദേഹത്തിന് വൈകാരികമായി ഒരു രക്ഷിതാവ് എന്ന നിലയിലുള്ള ഒരു ഫീൽ തീർച്ചയായും ഇയാളുടെ മനസ്സിൽ ഉണ്ടാകും. അങ്ങനെ 4-5 പേരോട് സംസാരിക്കുന്നു എന്നുള്ളത് വൈകാരികമായി അത്രയും വലിയ ഒരു ആശ്വാസം ഒരുപക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ മറ്റൊരാൾക്കും നൽകാൻ വേണ്ടി കഴിയില്ല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ഒരു പൗരന്റെ പ്രയാസങ്ങൾ കേൾക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല, എത്രയോ വലിയ കാര്യമാണ്. അങ്ങനെ ആ പ്രാധാന്യം നമുക്കൊരു വൈകാരികമായി അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു സാന്ത്വനം നൽകുന്ന ഒരു പ്രാധാന്യമുണ്ട്. എന്നാൽ അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി നമുക്ക് ഇതിൻ്റെ അകത്തെ കാണാൻ വേണ്ടി കഴിയും. കാരണം കേരളത്തിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ, ഇപ്പം കോവിഡ് ആയാലും പ്രളയമായാലും എല്ലാം തന്നെ അത് തരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി. അതാണ് ഈ സർക്കാരിൻ്റെ ജനപ്രിയതയ്ക്ക് കാരണം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ഇമേജിനടക്കം ഉള്ള കാരണം. അതുകൊണ്ട് ഇത്തരത്തിൽ സഹായങ്ങൾ നൽകുക അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ പങ്കാളികളാവുക വഴി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം കൂടിയാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിൽ വയനാട്ടിൽ മേപ്പാടിയിൽ ഒരു ഉരുൾപൊട്ടിയപ്പോൾ അവിടെ സഹായഹസ്തം നീട്ടിയ പ്രധാനമന്ത്രി എന്ന് നാളെ ചരിത്രത്തിൽ നരേന്ദ്രമോദിയെ ആൾക്കാർ വിശേഷിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള ഒരു പ്രാധാന്യം കൂടി ഈ സന്ദർശനത്തിന് ഉണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായും അതൊരു രാഷ്ട്രീയ ലക്ഷ്യമായി മാറുകയും ചെയ്യും, അല്ലെങ്കിൽ രാഷ്ട്രീയമായ നേട്ടമായി മാറുകയും ചെയ്യും. അങ്ങനെ 2 കേന്ദ്രമന്ത്രിമാർ സന്ദർശിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശനം നടത്തുന്നു. ആ സന്ദർശനത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ചില പ്രതീക്ഷകൾ, പാക്കേജുകൾ എല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അല്പസമയം മുൻപ് ഇവിടെ നിന്നും പ്രധാനമന്ത്രി പുറപ്പെട്ടതിന് ശേഷം നമ്മൾ നിൽക്കുന്ന ഈ ക്യാമ്പിൻ്റെ പുറത്തുനിന്ന് ഒരുപാട് പേർ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. നേരിട്ട് കാണാവുന്ന ഒരു അകലത്തിലല്ല, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു അകലത്തിലല്ല എങ്കിൽ കൂടിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയുന്നു എന്നത് വലിയ കാര്യമായി അവർ പറയുന്നുണ്ട്. അവരുടെ എല്ലാം തന്നെ പ്രതീക്ഷ അവർക്ക് ധനസഹായം കിട്ടും. ഈ ക്യാമ്പിൽ നിന്ന് ഒരു ദിവസം നേരത്തെ തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ഒറ്റ കാര്യമേ പറയാനുള്ളൂ, പ്രധാനമന്ത്രി വന്നത് വളരെ നന്നായി, വന്നതിൽ സന്തോഷമുണ്ട്, നമ്മൾക്ക് പ്രതീക്ഷയുണ്ട്, ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ പാക്കേജുകൾ വരും, ധനസഹായം വരും, ഞങ്ങളുടെ ജീവിതം വീണ്ടും കരുപ്പിടിപ്പിക്കാനുള്ള ഊർജം നൽകാനാണ് പ്രധാനമന്ത്രി വന്നത് എന്ന് കരുതുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം വയനാട്ടിലേത്. ദുരന്ത ഭൂമിയിൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ
കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് എന്തുകൊണ്ടും ആശ്വാസകരമാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും വയനാടിനായി പ്രത്യേക പാക്കേജുകൾ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിലൊരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചേ മതിയാവൂ എന്നൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് സംസ്ഥാനവും വയനാടും ഈ ദുരന്ത ബാധിതരായ മനുഷ്യരും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന് വളരെയധികം സാമൂഹിക പ്രാധാന്യമുണ്ട്, വൈകാരിക പ്രാധാന്യമുണ്ട്, ഒപ്പം സാമ്പത്തികവും രാഷ്ട്രീയവും ഒക്കെയായ പ്രാധാന്യം ഈ സന്ദർശനത്തിന് ഉണ്ട് എന്നത് നമുക്ക് തള്ളിക്കളയാനാവില്ല. വയനാട് സന്ദർശനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉള്ളത്. ചൂരൽമല സന്ദർശിച്ചു, വെള്ളാർമല സ്കൂളിന്റെ ഭാഗത്ത് ദുരന്തത്തിന്റെ ഭീകരത മനസ്സിലാവുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചു. തുടർന്ന് ചൂരൽമല ടൗണിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.